ഞങ്ങളുടെ പോയിന്റ് ആദ്യം മുതലേ തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയ സുപ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് പോലീസ് പോകുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ തന്ത്രി ഇപ്പോൾ അവിടുത്തെ ദേവസ്വം ട്രഷേഴ്സിൻ്റെ എല്ലാം കസ്റ്റോഡിയനല്ല. അവിടുത്തെ വിലപിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും അതുപോലെ സ്വർണവും അതുപോലെ കാര്യങ്ങളുടെ കസ്റ്റോഡിയനല്ല തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളിലും മാത്രമാണ് കസ്റ്റോഡിയനായിട്ടുള്ളത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതിൽ ഇപ്പോൾ 120B തന്ത്രിക്കെതിരെ എടുത്തിരിക്കുന്നു. 120B എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ മോട്ടീവ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണലി സാമ്പത്തികമായി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അവർ പറയുന്നേ ഇല്ല. മറ്റൊന്ന് ആചാരങ്ങൾ ലംഘിച്ചോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നിരിക്കുന്നത്. അത് പിന്നെ ഇദ്ദേഹം അറിഞ്ഞിട്ടും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ സ്വർണ്ണപ്പാളിയെല്ലാം കൊണ്ടുവരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ് അവിടെ നടപ്പായത്. ഒരുപക്ഷെ വേണമെങ്കിൽ തന്ത്രി അതിനെ എതിർത്തില്ല എന്ന് നിങ്ങൾക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് കടകംപള്ളിയിലേക്കും പ്രശാന്തിലേക്കും ഇത് പോയില്ല എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള മൊഴി ആദ്യ ദിവസം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. SITക്ക് കിട്ടിയതാണ്. നിങ്ങളുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും കടകംപള്ളിയെ വരിഞ്ഞു മുറുക്കിയതാണ്. പക്ഷേ അവിടേക്ക് അന്വേഷണം പോകുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വിട്ടയച്ചു. പ്രശാന്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. പ്രശാന്ത് ആദ്യം നടന്ന ക്രൈം എല്ലാം മനസ്സിലാക്കിയിട്ട്, അതായത് നേരത്തെ 2017 മുതൽ നടന്ന എല്ലാ കുറ്റങ്ങളും ദേവസ്വം വിജിലൻസിനും സർക്കാരിനും അറിയുന്ന കുറ്റങ്ങൾ തന്നെയാണ്. ആ കുറ്റങ്ങളെല്ലാം അറിയുന്ന ഒരാൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ആ ക്രൈം. അതായത് അദ്ദേഹത്തിന് തന്നെ വീണ്ടും സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കുകയാണ്. അപ്പോൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല.